വിശുദ്ധ പൗലോസ് തീമോത്തിയോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങൾ. ആമുഖം. തീമോത്തിയോസിനുള്ള 2 ലേഖനങ്ങൾ, തീത്തോസിനുള്ള ലേഖനം എന്നിവ അജപാലകർക്കുള്ള ലേഖനങ്ങൾ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. പൗലോസ് തൻ്റെ പ്രേക്ഷിത യാത്രകളിൽ സഹായികളായിരുന്ന തീമോത്തിയോസിനെയും തീത്തോസിനെയും സംബോധന ചെയ്തുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിലും സഭയിലെ ഉന്നത സ്ഥാനീയരെ പൊതുവെ ഉദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ലേഖനങ്ങളുടെ ഉള്ളടക്കം. പൗലോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ തീമോത്തിയോസിനോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. കൂടാതെ സമൂഹ പ്രാർത്ഥന, സഭാ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ പാലിക്കേണ്ട അച്ചടക്കം എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, മെത്രാന്മാരുടെയും ഡീക്കന്മാരുടെയും കടമകൾ, വിധവകൾ, അടിമകൾ തുടങ്ങിയവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഈ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. തീമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം പൗലോസ് റോമയിലെ കാരാഗൃഹത്തിൽ നിന്ന് തൻ്റെ മരണത്തിന് തൊട്ടുമുമ്പായി എഴുതിയതാവണം. സുവിശേഷ പ്രഘോഷണമാണ് കാരാഗൃഹവാസത്തിന് കാരണമായതെന്നും തനിക്ക് എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്നും പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു. അപ്പോസ്തലൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ ഉദാഹരണമായി എടുത്തു കാണിച്ചുകൊണ്ട് വ്യാജ പ്രബോധനങ്ങൾക്കെതിരെ പോരാടാനും എതിർപ്പുകളെ ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും തീമോത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ. ക്രേത്തയിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേതാവായാണ് പൗലോസ് തീത്തോസിനെ അദ്ദേഹത്തിന് എഴുതിയ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നത്. സാഹചര്യങ്ങൾക്ക് യോജിച്ചവരും സൽഗുണസമ്പന്നനുമായ വ്യക്തികളെ മാത്രമേ സഭയിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാവൂ എന്ന് അപ്പോസ്തലൻ പ്രത്യേകം നിഷ്കർഷിക്കുന്നു. വ്യാജ പ്രബോധനങ്ങൾക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കാനും ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർക്ക് ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകാനും തീത്തോസിനെ ഉപദേശിക്കുന്നുമുണ്ട്. വിദ്വേഷം, വിഭാഗീയ ചിന്താഗതി തുടങ്ങിയവ ഒഴിവാക്കി സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ വിശ്വാസികൾ ക്രിസ്തീയ കൂട്ടായ്മയിൽ കഴിയേണ്ടതെങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കാനുള്ള ആഹ്വാനവും ഈ ലേഖനത്തിൽ കാണാം.